മഞ്ജു വാര്യരെ പ്രശംസിച്ച് നടൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ പങ്കുവച്ച കുറിപ്പ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. കുറിപ്പിലെ വാചകങ്ങൾ പലരും തെറ്റിദ്ധരിക്കപ്പെടുകയും ജയചന്ദ്രൻ വിമർശിക്കുകയും ചെയ്തിരുന്നു. ആ എഴുത്ത് വേണ്ടിയിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എന്തെഴുതിയിട്ടും സംസാരിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണെന്ന ബോധ്യമുണ്ട്. അത് മറ്റുള്ളവർ എങ്ങനെ എടുക്കുന്നതിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല. മടിച്ചും നിരാശപ്പെട്ടും ഇരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിലും ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. താല്പര്യമില്ലാതിരുന്നിട്ടും സമൂഹത്തിന് വേണ്ടി പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് അധികവും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്കൊരു അപവാദമാണ് മഞ്ജു വാര്യർ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അവരെപ്പോലെ അല്ലല്ലോ മഞ്ജു വാര്യർ. അപവാദം, മഞ്ജു വാര്യർ എന്നീ വാക്കുകൾ ഒരുമിച്ച് കേട്ടപ്പോൾ എല്ലാവരും പിന്നെ ചാടിയേക്കാം എന്ന് കരുതി വന്നവരാണ് ഏവരും. അപവാദം എന്ന വാക്ക് അവർ പ്രധാനമായും ശ്രദ്ധിച്ചത് എന്നാണ് കുറുപ്പിന് വന്ന വിമർശനത്തിന് കുറിച്ച് മൂവി വേൾഡ് മീഡിയയോട് സംസാരിക്കവേ ജയചന്ദ്രൻ പറഞ്ഞത്. അന്ന് ഭർത്താവിന് മോശം വാക്കുകളും ചീത്തയും പറഞ്ഞ് അധിക്ഷേപിക്കുകൾക്കെതിരെ ജയചന്ദ്രൻ ഭാര്യ ബസന്തിയും രംഗത്ത് വന്നിരുന്നു. എൻ്റെ ഭർത്താവിനെ തെറി വിളിച്ചാൽ ഇനിയും പ്രാഗിക്കൊണ്ട് മെസ്സേജ് അയക്കും. ഞങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി കടന്നു പോകുന്നത് വളരെ മോശമായ സാഹചര്യത്തിലൂടെയാണ്. പോസ്റ്റിൽ എതിരഭിപ്രായമുണ്ടെങ്കിൽ കമന്റ് ഇടണം, അല്ലാതെ തെറി വിളിക്കരുത് എന്നായിരുന്നു ബസന്തിയുടെ മറുപടി. 4 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കൂട്ടിക്കൽ ജയചന്ദ്രൻ എതിരെ വന്നിരുന്നു. അന്ന് മാസങ്ങളോളം നടൻ ഒളിവിലായിരുന്നു. താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനും തന്നെ പെടുത്തിയവരെ പുറം ലോകത്ത് കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് ജയചന്ദ്രനും ഭാര്യയും. ചിലരുടെ സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിൽ ചെയ്തൊരു ക്രൂരതയാണ് ഞാൻ 8 മാസം അനുഭവിച്ചത്. വെള്ളം കുടിച്ചും പഴം തിന്നുമാണ് ഞാൻ ആ കാലയളവിൽ ഒളിച്ചു കഴിഞ്ഞത്. ഒപ്പം ചെയ്യാത്ത തെറ്റിന് കുറ്റാരോപിതനും ആ വേദന എല്ലാവരും അനുഭവിച്ചറിയണം. ആ സമയത്തെല്ലാം ഞാൻ ചിന്തിച്ചത് എൻ്റെ കുടുംബത്തെക്കുറിച്ച് മാത്രമായിരുന്നു. ഭാര്യ ജീവിച്ചിരിപ്പുണ്ടോ, അവർ എന്താകും വിചാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിന്തയിലായിരുന്നു. ആരുമായി ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ലല്ലായിരുന്നു ജയചന്ദ്രൻ പറഞ്ഞു. ഫ്രോഡായിട്ടുള്ള സ്ത്രീകളുണ്ട്. 30% സ്ത്രീകളെ വിശ്വസിക്കാൻ കഴിയില്ല. അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. ചിരിച്ചുകൊണ്ട് കറുത്തറയ്ക്കുന്ന സ്ത്രീകളുണ്ട്. പുരുഷന്മാരാരായാലും മോശക്കാരുണ്ട്. സ്ത്രീകളിലും മോശക്കാരുണ്ട്. പുരുഷന്മാരെ കുറച്ചൊക്കെ വിശ്വസിക്കാം. എന്നാൽ സ്ത്രീകൾ അത്ര അപകടകാരികളല്ല അവർ എന്ന് ബസന്തി പറഞ്ഞു. ജയചന്ദ്രൻ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന സമയത്ത് തനിക്ക് ഏറ്റവും മാനസിക പിന്തുണ നൽകിയത് ദിലീപും രാഹുൽ ഈശ്വറുമാണെന്നും ബസന്തി പറഞ്ഞു. ചേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ചെയ്യാത്ത തെറ്റിന് അദ്ദേഹത്തെ ജയിലിൽ അയക്കരുതെന്ന വാശി എനിക്കുണ്ടായിരുന്നു. ആ 8 മാസം ഞാൻ അനുഭവിച്ചത് ഇനി ആർക്കും അനുഭവിക്കാൻ ഇടവരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. അദ്ദേഹം ആത്മഹത്യ ചെയ്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടവരായിരുന്നു. ടാബ്ലറ്റ് കഴിച്ചാണ് ഉറങ്ങിയിരുന്നത്. രാഹുൽ ഈശ്വറാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ ഏറെ സഹായിച്ചത്. എന്നെ സപ്പോർട്ട് ചെയ്ത മറ്റൊരാൾ ദിലീപേട്ടനാണ്. വൈദ്യരോട് മരുന്ന് കുടിക്കുന്നത് പോലെ ദിലീപേട്ടൻ 3 നേരവും എന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു.